ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകം നോക്കാം. അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച ശുകശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. അശ്വമേധസഹസ്രാണി, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അശ്വമേധം എന്ന് പറയുന്നത് ഒരു യാഗമാണ്, നമുക്കൊക്കെ അറിയാം. ഇങ്ങനെയുള്ള 1000 അശ്വമേധയാഗങ്ങളും വാജപേയശതാനിച്ച, വാജപേയം എന്ന് പറയുന്നതും മറ്റൊരു തരത്തിലുള്ള യാഗമാണ്, വളരെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, ഒരു പക്ഷേ അശ്വമേധത്തെക്കാളൊക്കെ ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വാജപേയ യാഗങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വാജപേയ ശതാനിച്ച, നോക്കൂ, ശതം എന്നാണ് പറഞ്ഞത്. അശ്വമേധങ്ങൾ 1000 എന്ന് പറയുമ്പോഴും വാജപേയ യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 100 യാഗങ്ങൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ശ്രേഷ്ഠതയും എത്രമാത്രം മഹത്വമേറിയതുമാണ്, എത്രമാത്രം ബുദ്ധിമുട്ടേറിയതുമാണ് ഒരു വാജപേയ യാഗം നടത്താനെന്ന്. അപ്പോൾ അങ്ങനെയുള്ള 1000 അശ്വമേധയാഗങ്ങളും 100 വാജപേയ യാഗങ്ങളും ശുകശാസ്ത്രകഥായാശ്ച ഈ ശുകശാസ്ത്രൻ, ശ്രീ ശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രത്തിൻ്റെ കഥയുടെ, ഈ ഭാഗവത കഥയുടെ കലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം, അതിൻ്റെ ഒരു കല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു അംശം, നാർഹന്തി ഷോഡശീം. നാർഹന്തി ന അർഹന്തി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നില്ല. എന്താ? ഷോഡശീം. ഷോഡശീം എന്ന് പറഞ്ഞാൽ 16. ഷോഡശം എന്നാൽ 16, ഷോഡശീം 16. അപ്പോൾ 16 ഒരംശം പോലും അർഹിക്കുന്നില്ല. എന്ത്? 100 അശ്വമേധങ്ങളും, ക്ഷമിക്കണം, 1000 അശ്വമേധങ്ങളും 100 വാജപേയങ്ങളും നടത്തിയാൽ പോലും ഈ ഒരു ഭാഗവത കഥയുടെ മാഹാത്മ്യത്തിൻ്റെ 16 ഒരംശം പോലും അതിന് മാഹാത്മ്യം അല്ലെങ്കിൽ മഹത്വം അർഹിക്കുന്നില്ല. അപ്പോൾ എത്രമാത്രം മഹത്വമേറിയതാണ് ഈ ഒരു ഭാഗവത കഥയെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് നമുക്കൊക്കെ കിട്ടിയ മഹാഭാഗ്യം, ഭഗവാന്റെ എത്ര വലിയ കാരുണ്യമാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഭാഗവത കഥയെ ഒന്ന് പഠിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുകയാണ് 1000 അശ്വമേധങ്ങൾ നടത്തിയാൽ പോലും, എന്ന് തന്നെയല്ല, 1000 അശ്വമേധങ്ങളും 100 വാജപേയങ്ങളും രണ്ടും കൂടി നടത്തിയാൽ പോലും ഈ ഒരു ഭാഗവത കഥയുടെ മഹാത്മ്യത്തിൻ്റെ 16 ഒരംശം പോലും ആകുന്നില്ല എന്ന് പറയുന്നിടത്ത് ഭഗവാനെ ഇവിടെ ആ ശ്രീ സനകാദി മഹർഷിമാർ നമുക്ക് പറഞ്ഞു തരികയാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൻ്റെ, ഇത് പഠിക്കാൻ കിട്ടിയ ഈ ഒരു അവസരത്തിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച. വന്നിരിക്കുന്ന അത് രണ്ടും കൂടി നടത്തിയാലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശുകശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. ഇനി അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതും കുറച്ച് എളുപ്പമുള്ളതാണ്. അശ്വമേധ സഹസ്രാണി അത് ചേർത്തെടുക്കുക, വാജപേയ ശതാനി അതും ചേർത്തെടുക്കുക, അതേപോലെ ശുകശാസ്ത്രകഥായാശ്ച അതും ചേർത്തെടുക്കേണ്ടതാണ്. പിന്നെ നാർഹന്തി, ന അർഹന്തിയാണ്, അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതത്രയേ ഉള്ളൂ. ഇനി നമുക്കടുത്ത 31ാമത്തെ ശ്ലോകം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാഃ യാവന്ന ശ്രൂയത്തെ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈ. നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. താവത് പാപാനി, താവത് എന്ന് പറഞ്ഞാൽ അതുവരെ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലൂടെ അടുത്ത ഭാഗവത കഥയുടെ അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ അടുത്ത ഒരു ഘട്ടം എന്നാണ് ഇപ്പോൾ ഈ ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭാഗവത കഥയുടെ മാഹാത്മ്യമാണെങ്കിൽ ഇനി അടുത്ത പറയുകയാണ് താവത്, അതുവരെ. എന്താ? പാപാനി, പാപങ്ങൾ ദേഹേസ്മിൻ,
ദേഹേ അസ്മിനാണ് ദേഹേസ്മിൻ. ഈ അസ്മിൻ എന്നാൽ ഈ ദേഹേ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിവസന്തി എന്ന് പറഞ്ഞാൽ വസിക്കും, താമസിക്കും. അപ്പോൾ അതുവരെ പാപങ്ങളൊക്കെ ഈ ദേഹത്തിൽ വസിക്കുക തന്നെ ചെയ്യും. തപോധന, അല്ലയോ മഹർഷേ, യാവന്ന, യാവത ന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യാവന്ന. യാവത് എന്ന് പറഞ്ഞാൽ എപ്പോൾ വരെ, ന എന്ന് പറഞ്ഞാൽ ഇല്ലയോ, ശ്രൂയത്തെ കേൾക്കുന്നില്ലയോ, ശ്രൂയത എന്നാൽ കേൾക്കുക, ന ശ്രൂയത കേൾക്കുന്നില്ലയോ, സമ്യക്ക് അതാണ് ഏറ്റവും പ്രധാനം. എന്താ ഈ ഭാഗവത കഥ കേൾക്കുന്ന ആൾ എങ്ങനെയാണ് കേൾക്കേണ്ടത്? സമ്യക്ക്, അത്യാദരവോടുകൂടി വേണം ഭാഗവത കഥ കേൾക്കുവാൻ. അങ്ങനെ ശ്രീമദ് ഭാഗവതം നരൈഹി, ശ്രീമദ് ഭാഗവതം ഈ ഭാഗവത കഥയെ അത്യാദരവോടുകൂടി എപ്പോൾ വരെ കേൾക്കുന്നില്ലയോ, ആര്? നരൈഹി മനുഷ്യൻ എപ്പോൾ വരെ അത്യാദരവോടുകൂടി ഈ ഭാഗവത കഥയെ കേൾക്കുന്നില്ലയോ അപ്പോൾ വരെ ഈ ദേഹത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ വസിക്കുക തന്നെ ചെയ്യും. അതായത് നമ്മുടെ ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ചിത്തശുദ്ധിയാണ്. അതായത് അത്യാദരവോടുകൂടി അത് കേൾക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറ്റൊന്നും ഉണ്ടാകരുത്. അഥവാ ഈ നമ്മുടെ ഉള്ളിലെ അരുതാത്ത ചിന്തകൾ മാറ്റിവെച്ചെങ്കിലേ വേണ്ടുന്നതിലേക്ക് മനസ്സ് ഉറപ്പിച്ച് നിർത്താനാവുകയുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഭാഗവത കഥ കേൾക്കുമ്പോൾ വേണ്ടാത്തതിൽ നിന്നും മനസ്സിനെ പിടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒന്നിലേക്ക്, ശ്രേഷ്ഠതരമായിട്ടുള്ള ഒന്നിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കാൻ ഉപകരിക്കുന്നതാണ് ഈ ഭാഗവത കഥ. അപ്പോൾ ഓരോ പ്രാവശ്യം കേൾക്കും തോറും നമ്മുടെ ഉള്ളിൽ നിന്നും അത്രമാത്രം പാപങ്ങളെ ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ നെഗറ്റീവ്സിനോട് ചേർന്നിരിക്കാനുള്ള ആ ഒരു വാസനയെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമുക്ക് ചിത്തശുദ്ധി വരുത്തുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഈ ഭാഗവത കഥ. അത് അത്യാദരപൂർവം കേട്ടുകഴിഞ്ഞാൽ അത് പതിയെ പതിയെ നമ്മുടെ ഉള്ളിലെ പാപങ്ങളെ ഓരോന്നിനെയും ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാ യാവന്ന ശ്രൂയത്തെ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേഹേസ്മിൻ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ തപോധന, അവിടെ തപോധന എന്നുള്ളിടത്ത് ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ അടുത്ത യാവന്ന, അവിടെ ന കൂട്ടക്ഷരമാണ്, യാവത് ന ആണ്. അത് വായിക്കുമ്പോൾ യാവന്ന, അത് ന കട്ടിയിൽ തന്നെ വായിക്കുക. പിന്നെ അടുത്തത് നരൈ, അവിടെ വിസർഗമുണ്ട്, ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകം. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം ശുകശാസ്ത്രകഥായാശ്ച ഫലേന സമതാം നയേത്. ന ഗംഗാ ന ഗയാ കാശി. ഗംഗ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. ഗംഗ കുറച്ച് തീർത്ഥസ്ഥലങ്ങളുടെ, പുണ്യസ്ഥലങ്ങളുടെ പേരുകൾ പറയാണ്. ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗം. ഇങ്ങനെ ഇവിടെ എങ്ങും തന്നെയും ഈ സ്ഥലങ്ങളിലൊക്കെ പോയാലും അതിനൊന്നും കിട്ടാത്ത ഒരു മഹത്വം, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ലഭിക്കാത്ത ഒരു ചിത്തശുദ്ധി എന്ന് തന്നെയല്ല, ഒരു ആത്മബോധനം ശുകശാസ്ത്രകഥായാശ്ച. ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ഒരു ശാസ്ത്രത്തിൻ്റെ കഥയിലൂടെ, ഈ ഭാഗവത കഥയിലൂടെ ഫലേന സമതാം നയേത്. ഫലേന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫലം കൊണ്ട്, ഇവയുടെയൊക്കെ ഈ ശുകശാസ്ത്ര കഥയുടെ ഫലം അതിനെ സമതാം എന്ന് പറഞ്ഞാൽ തുല്യമായ, നയേത് എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഭാഗവത കഥയുടെ മഹത്വത്തിന് തുല്യമായിട്ടുള്ളതല്ല
അല്ലെങ്കിൽ അതിനോട് സമമായി നിൽക്കുന്നതല്ല ഈ ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗം തുടങ്ങിയ തീർത്ഥസ്ഥലങ്ങളിൽ നമ്മൾ പോയാലും അവിടെ ആ തീർത്ഥസ്ഥലങ്ങളുടെ സന്ദർശനം കൊണ്ടൊന്നും തന്നെയും ഈ ഭാഗവത കഥയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു മഹത്വം ലഭിക്കുന്നതല്ല. അഥവാ തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത് തെറ്റാണെന്നല്ല, അവിടെ പോയാൽ പോലും ലഭിക്കാത്തത്ര ഒരു മഹാത്മ്യം ഈ ശ്രീ ഭാഗവത കഥയിലൂടെ നമുക്കൊക്കെ ലഭിക്കുന്നതാണ്. നോക്കൂ, ഭാഗവത കഥയ്ക്ക്, ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഭാഗവതത്തിന് എത്രയെത്ര മഹത്വമാണുള്ളത് എന്ന് ഓരോരോ ശ്ലോകങ്ങളിലൂടെയും അടിവരയിട്ട് പറയുകയാണ്. പറയുന്നത് ആരാണ്? സാക്ഷാൽ ശൗനകാദി മഹർഷിമാർ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം ശുകശാസ്ത്രകഥായാശ്ച ഫലേന സമതാം നയേത്. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗംഗ, ഗായാണ് പലപ്പോഴും നമുക്കവിടെ കാ വരാറുണ്ട്, ഗംഗ വരാറുണ്ട്, ഗംഗ ആണ്. അതേപോലെ പ്രയാഗകം, ഗ ക ആണ്. അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശുകശാസ്ത്ര കഥായാശ്ച ഫലേന. ആ ഫലേന ഭ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള. കൂടുതലും പ്രയാഗകം, ഗ വരുന്നിടത്താണ് ഈ ഒരു ശ്ലോകത്തിൽ അധികവും ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്ത 33-ാമത്തെ ശ്ലോകം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പഠസ്വ സമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. ശ്ലോകാർത്ഥം എന്ന് പറഞ്ഞാൽ ശ്ലോക അർത്ഥം, ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ, ശ്ലോകപാദം ഒരു ശ്ലോകത്തിൻ്റെ ഒരു പാദമോ എന്ന് പറഞ്ഞാൽ ഒരു വരി. നമ്മളിപ്പോൾ ഒരു ശ്ലോകം എടുത്താൽ നമ്മൾ പലപ്പോഴും 2 വരിയായിട്ട് പറയില്ല, ആദ്യത്തെ പാദവും രണ്ടാമത്തെ പാദം. അതിൽ ഒരു വരിയെങ്കിലും വാ നിത്യം ഭാഗവതോത്ഭവം. വാ എന്ന് പറഞ്ഞാൽ അഥവാ, ഇവിടെ ശ്ലോകപാദം എന്ന് അതും കൂടി പറയട്ടെ. സാധാരണ നമ്മൾ പാദം എന്ന് പറയുന്ന 2 വരിയുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പാദം എന്ന് പറയും. പക്ഷേ ഇവിടെ പാദം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ശ്ലോകത്തിൻ്റെ 4/1, അതായത് ഒരു ആദ്യത്തെ വരി എന്നത് 2 പാദമായിട്ട് കണക്കാക്കാറുണ്ട് ആചാര്യന്മാർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 4/1, അതായത് ഇപ്പോൾ നമ്മൾ ശ്ലോകാർത്ഥം ശ്ലോകപാദം എന്നുള്ള അത്ര പോലും, അപ്പോൾ പറയണ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ ഒരു ശ്ലോകത്തിൻ്റെ 4/1 അഥവാ നിത്യം ഭാഗവതോത്ഭവം. നിത്യം എന്ന് പറഞ്ഞാൽ എന്നും, ഭാഗവതോത്ഭവം ഈ ഭാഗവതത്തിൽ ഉത്ഭവിച്ച. അപ്പോൾ ഈ ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ വേണ്ട അതിൻ്റെ 4/1 എങ്കിലും നിത്യവും പഠസ്വ എന്ന് പറഞ്ഞാൽ പഠിക്കുക, പാരായണം, അതിന് പഠിക്കുക, തന്നെത്താനെ അത് പഠിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക. സ്വമുഖേനൈവ, തൻ്റെ തന്നെ മുഖത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെത്താൻ അത് പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്താൽ യദീച്ഛസി പരാം ഗതി. യതി ഇച്ഛസിയാണ്, യദീച്ഛസി. യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇച്ഛസി ആഗ്രഹിക്കുക. യദീച്ഛസി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ? പരാം ഗതിം മോക്ഷത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ പരമമായ ഗതിയെ, ആ മോക്ഷപദത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തേ വേണ്ടു എന്നാണെങ്കിൽ നമ്മൾ തന്നെ, നമ്മുടെ തന്നെ മുഖത്തു നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ ഈ ഭാഗവതത്തിൽ ഉത്ഭവിച്ച, അതെടുത്തു പറയാൻ കാരണം മുൻപൊരു ശ്ലോകത്തിൽ പറഞ്ഞു, മറ്റു പല പുരാണങ്ങളും ശാസ്ത്രങ്ങളും പലതും നമ്മളെ ഭ്രമിപ്പിക്കുന്ന പലതും ഉണ്ടാകാം, അതൊക്കെ പാരായണം ചെയ്തിട്ട് എന്തു ഫലം എന്ന് ഈ സനകാദി മഹർഷിമാർ തന്നെ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ ഭാഗവതത്തിൽ ഉത്ഭവിച്ച ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ
അല്ലെങ്കിൽ അതിൻ്റെ 4/1 നമ്മൾ സ്വയമേവ പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്താൽ മതിയാകും. എന്തിന്? ആ പരമമായ ഗതിയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ മോക്ഷപദത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രയും ചെയ്താൽ പോലും ഭഗവാൻ നമ്മളെ അവിടെ എത്തിക്കും. വേണ്ടത് അത് ആദരവോടുകൂടി. ഭാഗവത ഗ്രന്ഥം എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗവതത്തിൽ തന്നെ ശ്രീ വ്യാസമഹർഷി പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി. ഭഗവാനെ അവിടുത്തെ പ്രത്യക്ഷ സ്വരൂപമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ, ഭഗവാനെ നമ്മൾ എത്രമാത്രം ആദരവോടുകൂടി കാണുന്നുവോ, എത്രമാത്രം ഇഷ്ടത്തോടുകൂടി കാണുന്നുവോ, എത്രമാത്രം പ്രേമഭക്തിയോടുകൂടി കാണുന്നുവോ, അതേ ആദരവോടുകൂടി, അതേ ഇഷ്ടത്തോടുകൂടി, അതേ പ്രേമഭക്തിയോടുകൂടി ഭഗവാനെ അവിടുന്നിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളോട് ഉപദേശിക്കുകയാണ്. എന്തേ വേണ്ടു എന്നാണെങ്കിൽ ഈ ഭാഗവത കഥയെ ആദരവോടുകൂടി, പ്രേമഭക്തിയോടുകൂടി, ഭഗവാൻ തന്നെയാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഗവത കഥയിലെ ഒരു ശ്ലോകമെങ്കിലും വേണ്ട, അതിൻ്റെ പകുതിയെങ്കിലും വേണ്ട, അതിൻ്റെ 4/1 നമ്മൾ തന്നെ സ്വയം പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്താൽ തന്നെ ഭഗവാൻ ആ പരമമായ പദത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് ഇവിടെ ഉറപ്പു തരുന്നു സാക്ഷാൽ സനകാദി മഹർഷിമാർ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊക്കെ പലപ്പോഴും മോക്ഷം തേടി പല പുണ്യതീർത്ഥ സ്ഥലങ്ങളിലും പോകുമല്ലേ. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞാൽ ഗംഗ, ഗയ, കാശി, അതേപോലെ തന്നെ പ്രയാഗം തുടങ്ങിയ പല സ്ഥലങ്ങളിലും, ഈ പ്രയാഗം എന്ന് പറയുന്നത് ത്രിവേണി സംഗമ വേദിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകും. എന്തിനു വേണ്ടി? മോക്ഷം കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മുടെ കൈക്കുള്ളിൽ കിട്ടിയിരിക്കുന്ന ഈ ഭാഗവത ഗ്രന്ഥത്തെ പലപ്പോഴും, അതിൻ്റെ മഹത്വത്തെ പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ഈ പുണ്യസ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത്. ഇത് മാത്രം മതിയാവും നമ്മളെ അവിടെ എത്തിക്കാൻ. ശ്രീ പരീക്ഷിത് മഹാരാജാവിനെ തീർത്ഥസ്ഥാനങ്ങളിലുള്ള ദർശനമല്ല ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എത്തിച്ചത്, ആ മോക്ഷപഥത്തിലേക്ക് എത്തിച്ചത് ഈ ഒരു ഭാഗവത കഥ തന്നെയാണ്. സജ്ജനങ്ങളെ, ഇതൊന്നും തെറ്റാണെന്നല്ല. ഈ പുണ്യ തീർത്ഥ കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത് തെറ്റാണെന്നല്ല. പക്ഷേ അതിലും എത്രയോ മഹത്വം ഈ ശ്രീമദ് ഭാഗവത കഥയ്ക്കുണ്ടെന്ന് സാക്ഷാൽ അവിടുത്തെ പ്രിയപ്പെട്ട സനകാദി മഹർഷിമാർ തന്നെ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ആ ഒരു മാധുര്യത്തെ ഒന്ന് ആസ്വദിക്കാൻ നമ്മളൊക്കെ ഒന്ന് തയ്യാറാകണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റുള്ളതൊന്നും തെറ്റാണെന്ന് സമർത്ഥിക്കുകയല്ല ഈ ഉള്ളവൾ ചെയ്തത്. ഇനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പഠസ്വ സ്വമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇതിൽ ബാക്കി എളുപ്പമുള്ളതാണ്. ഭാഗവതോത്ഭവം സ്വമുഖേനൈവ, അത് ശ്രദ്ധിക്കുക. ചില ഗ്രന്ഥങ്ങളിൽ അത് സമുഖേനൈവ എന്ന് കൊടുത്തിട്ടുണ്ട്, സ്വമുഖേനൈവയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ യദീച്ഛസി, യതി ഇച്ഛസിയാണ് ഈ എന്നുള്ളത് നീട്ടിയെടുക്കുക. യദീച്ഛസി പരാംഗതിം. ഇനിയും 34-ാമത്തെ ശ്ലോകം ഇത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.